നമ്മളിന്ന് ഉണ്ണിപ്പിണ്ടിയും പയറും കൊണ്ടൊരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഉണ്ണിപ്പിണ്ടി ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുത്തതിന് ശേഷം ഇതിൻ്റെ നൂലൊക്കെ കളയണം. ഇതിലിങ്ങനെ കുറച്ച് നൂലുണ്ടാവുമല്ലോ, അത് ചുറ്റി മുള്ളു വെച്ചിട്ട് ചുറ്റിയിട്ടാണ് നമ്മൾ കളയാറ്. നമ്മൾ ചെയ്യണ രീതി നമ്മൾ ഇന്നാൾ വാഴക്കല്ലേലെ നൂല് കളയണത് കാണിച്ചുല്ലോ, അതേപോലെ തന്നെയാണ് ഈ ഉണ്ണിപ്പിണ്ടിയിലത്തെയും നൂലിങ്ങനെ കളഞ്ഞെടുക്കുക. ഇതുപോലെ അരിഞ്ഞെടുത്തതിന് ശേഷം നൂല് കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഉപ്പേരി വയ്ക്കുന്നത് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ഉണ്ണിപ്പിണ്ടികളൊക്കെ ഇതുപോലെ ഉണ്ടാ നല്ല കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലൊക്കെ നൂലുകളുണ്ടാവും കുറച്ചൊക്കെ, കണ്ട അതുപോലെ. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് നമുക്ക് കളയാം. നൂലിനെ കളഞ്ഞതിന് ശേഷം നമുക്കത് ഉപ്പേരി ഉണ്ടാക്കാം. നമുക്ക് ഈ ഉണ്ണിപ്പിണ്ടിയിലത്തെ നൂലൊക്കെ ചുറ്റിയെടുക്കാം. അതിൻ്റെ ഉള്ളിൽ കുറച്ച് നൂലുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ഇതുപോലെ ഈ മുള്ളുമ്മ ചുറ്റി. മുള്ളാവുമ്പോൾ വേഗം ഇങ്ങനെ പോരും. ഇതുപോലെ വേറെ എന്തുമ്മലും ഇത്രയ്ക്ക് നന്നായിട്ട് പോരില്ല. ഇതുപോലെ ഒരു മുള്ള് നമ്മളിതുപോലെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ, ഇതൊക്കെ ഒരു 10 വർഷത്തിന് മേലെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ഒരു മുള്ളാണിത്. അപ്പോൾ ഇതുപോലെ ആവശ്യം കഴിഞ്ഞാൽ കഴുകി അവിടെ വയ്ക്കും. വീണ്ടും ഈ സാധനം നമ്മളെന്നും ഉപയോഗിക്കണതല്ലല്ലോ. ഉണ്ണിപ്പിണ്ടിയൊക്കെ എപ്പോഴും വയ്ക്കില്ലല്ലോ, ഇടയ്ക്ക് കിട്ടുമ്പോഴല്ലേ. അപ്പോൾ നമ്മളത് കിട്ടുമ്പോൾ ഇതുപോലെ ഇത് ചിറ്റാനായിട്ട് യൂസ് ചെയ്യും, കഴുകിയെടുത്ത് വയ്ക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാണാം. ആദ്യം നമുക്ക് പയർ വേവിച്ചെടുക്കാം. ഒരു കപ്പ് പയർ ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ടതാണ്. അപ്പോൾ അതൊന്ന് ഒരു 2 വിസിലടിച്ചിട്ട് അതിന് ശേഷം നമുക്ക് ഉണ്ണിപ്പിണ്ടി ചേർക്കാം. ഉണ്ണിപ്പിണ്ടിക്ക് വേവ് കുറവാണല്ലോ, അപ്പോൾ ഇത് വെന്തതിന് ശേഷം ഉണ്ണിപ്പിണ്ടി ചേർക്കാം. കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കാം. പയർ 2 വിസിലടിച്ചു, തുറന്നു. പക്ഷെ അത് മുഴുവനായിട്ട് വെന്തിട്ടില്ല. ഈ ഉണ്ണിപ്പിണ്ടിയും കൂടി ചേർത്തിട്ട് ഇനി 1 വിസിലും കൂടി അടിക്കാം. അപ്പോൾ വേവ് കറക്റ്റാവും. ഉണ്ണിപ്പിണ്ടി കഴുകി വാരി വെച്ചതാണ്, അതിലിട്ട് കൊടുക്കാം. ഉണ്ണിപ്പിണ്ടി ഇട്ടിട്ട് തുറന്നിട്ടിട്ട് വേവിച്ചാലും മതി. പക്ഷേ ഇതിപ്പോൾ പയറൊന്നും കൂടി ആവണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1 വിസിൽ വരുന്നോട് കൂടിയിട്ട് തുറക്കാമെന്ന് വിചാരിക്കണം. ഉപ്പിടാം കേട്ടോ, കല്ലുപ്പാണ്. ഇളക്കി കൊടുക്കാം. അടച്ച് 1 വിസിൽ വരുന്നോട് കൂടിയിട്ട് തന്നെ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പയറും ഉണ്ണിപ്പിണ്ടിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് ഉപ്പേരി കാച്ചാം. ഉപ്പേരി കാച്ചെടുക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഉള്ളിയും വേപ്പിലയും 2 പച്ചമുളക്, വെറുതെ ഒരു എരിവിന് ചുവന്ന മുളക് പൊടി ഇടും. 2 പച്ചമുളക് വെറുതെ ഇട്ടെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ചതച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. മൂടി മൂത്ത് വരട്ടെ. ഇതിലേക്ക് നമുക്ക് ഒരു 1.5 സ്പൂണ് ചതച്ച മുളക് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ തന്നെ ചതച്ചെടുക്കണ മുളകാട്ടത്. അതുകൊണ്ടാണ് കുറച്ച് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി പൊടിഞ്ഞിരിക്കണത്. നമ്മുടെ മുളകും ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ചാൽ നമ്മുടെ ഉണ്ണിപ്പിണ്ടി ഇട്ട് കൊടുക്കാം. വേറെ പരിപാടിയൊന്നുമില്ല. പണി കഴിഞ്ഞ ഏകദേശം
അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയായ ഉണ്ണിപ്പിണ്ടിയും പയറും ചേർത്ത ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഊണ് കഴിക്കാൻ വളരെ നല്ലതാണ്. മാത്രം മതി ചോറിന്.